പ്രിയ ദൈവമക്കളെ, വരുവാനിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ശാസ്ത്രം അതിവിപുലമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കണ്ടുപിടുത്തങ്ങളും അതും കൂടുതൽ യുദ്ധോപകരണങ്ങളിലാണ് എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യ പോലും വളരെ ശക്തമായിട്ടുള്ള ആയുധ കൂമ്പാരം കൂട്ടിവെക്കുകയാണ്. രഹസ്യമായി എത്രയോ ആയുധങ്ങൾ ഇന്ന് വൻ രാഷ്ട്രങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ട്രില്യൺ കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ന് ഓരോ ദിവസവും ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇതെല്ലാം മനുഷ്യരെ കൊല്ലുവാനായിട്ടാണ് എന്നുള്ള ആ ദുഃഖം ഓർക്കണം. ഇത്രയും പണം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് എത്രയോ സമാധാനം പുലരുമായിരുന്നു. ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. കാരണം ഇന്ന് ലോകത്ത് മുഴുവനും യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമാണ് കേൾക്കുന്നത്. ഇന്ന് 90% രാജ്യങ്ങളും പരസ്പരം പോരടിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. സമ്പന്നനായാലും ദരിദ്രനാണെങ്കിലും അവർക്കിന്ന് സമാധാനമില്ല. ഇന്ന് എവിടെയും ഏതൊരു കാര്യത്തിലും പ്രശ്നങ്ങൾ മാത്രമാണ് വരുന്നത്. കൊലപാതകങ്ങളും ടെററിസവും ഭീകരന്മാരുടെ അഴിഞ്ഞാട്ടവും ഇന്ന് ലോകം മുഴുവനിലും, ഇപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ ഭീകരവാദത്തിന് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്ന് ഭയക്കുകയാണ്. ഈ ഭയത്തിന് കാരണം എവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാലും ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ഒരു മതത്തിൻ്റെ ഐഡിയോളജി തന്നെ ലോകത്തെ നശിപ്പിക്കുക, ലോകം മുഴുവനിലും അവരുടെ മതം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്നുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും, ഏതൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ന് കൈക്കൂലിയും, ഇന്ന് എന്ത് അഴിമതിയും ചെയ്യാനായിട്ട് ഇന്ന് ആർക്കൊരു മടിയില്ല. ലോകം മുഴുവനിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിനെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തിൽ ഇന്ന് അരാജകത്വമാണ്. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് സാത്താനാണ്. ഒരു കാര്യം സത്യമാണ്, രക്ഷകനായ ക്രിസ്തുവിൽ മാത്രമല്ലാതെ ഇനി ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. നേരിട്ട് എന്തായാലും ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വരവിനോട് കൂടിയിട്ട് മാത്രമേ അത്തരം സംഭവങ്ങൾ നടക്കുകയുള്ളൂ. ദൈവമക്കൾ ഭയത്തോടും വിറയലോടു കൂടി വേണം ഈ കാര്യങ്ങളെ നോക്കി കാണുവാനും മനസ്സിലാക്കുവാനും. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു അത്ഭുത പ്രവർത്തികൾക്കും ഒരു വീര്യപ്രവർത്തികൾക്കും ഇന്ന് ക്രിസ്തുവിനല്ലാതെ മറ്റൊരു ദൈവങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ആ നഗ്നമായിട്ടുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തുവിൽ മാത്രമാണ് ഇനി ലോകത്തിന് രക്ഷയുള്ളൂ. അവൻ ക്രൂശിൽ നമുക്കായി പിടഞ്ഞ് ഗാഗുൽത്തായിൽ അവൻ്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിനല്ലാതെ ഇനി ഒരിക്കലും ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഈ ഭൂമി സൃഷ്ടിക്കുകയും അതിൽ സകല ചരാചരങ്ങളെ സൃഷ്ടിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്ത ആ പിതാവായ ദൈവത്തിനല്ലാതെ, ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു തെളിവുണ്ടാവുക? നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാലും, നിങ്ങൾ ഏത് ആരാധനക്രമത്തിൽ പോയി കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും സത്യം ഒന്ന് മാത്രം, അത് ക്രിസ്തുവിലാണ് രക്ഷ എന്നുള്ള ആ ഒരു വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്ന സാത്താനിൽ നിന്നും വേർപെട്ട് നിന്ന് ഒരു വേർപാട് കാണിച്ച് ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിനോട് കൂടെ ചേർന്ന് നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നശിക്കുന്ന ആ ഘട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാൻ നിങ്ങൾ യേശുവിനോട് കൂടെ തന്നെ നടക്കണം. അവന് മാത്രമാണ് നമ്മളെ അറിയുക. അവൻ ഭൂമിയിലേക്ക് വരികയും കഷ്ടങ്ങൾ സഹിക്കുകയും നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും അനുഭവിച്ച ക്രിസ്തുവിന് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ദൈവത്തിന് മാത്രമാണ് ഒരു പ്ലാനും പദ്ധതിയുമുള്ളത്. മറ്റൊരുവന് രക്ഷയില്ല യേശുവിലല്ലാതെ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ ഇന്ന് യേശു എന്നുള്ളൊരു നാമമല്ലാതെ രക്ഷയ്ക്കായി ഒതുങ്ങുന്ന ഒരു നാമവും ഇന്ന് ലോകത്ത് നൽകപ്പെട്ടിട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ യേശുവിനോട് കൂടെ തന്നെ നടക്കണം. ബൈബിൾ വായിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിൽ നിന്നെല്ലാം വിട്ട് യേശുവിൻ്റെ അസഹനമായ വഴിയിലേക്ക് തിരിച്ചു വരണം. യേശുവിൽ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് നാഥനും നിത്യനുമായവനെ
രാജാവായവനെ, ഇസ്രായേലിൻ്റെ രാജാവായവനെ, നമ്മുടെ ദൈവമായവനെ സ്വീകരിക്കുകയും യേശുവിനോടുകൂടി അവൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ പിന്നാലെ പോകുകയല്ലാതെ വേറൊരു മാർഗ്ഗമൊന്നും ലോകത്തിനില്ല. സമാധാനം അങ്ങ് അകലെ അകലെയായി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം, അതായത് 2026, നിങ്ങൾക്ക് ഒരു പുതിയ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ കൂടെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വീണ്ടും ദൈവമക്കളെ ദൈവത്തിലേക്ക് ക്ഷണിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് നടക്കുന്ന ഒരു ക്രമം ഉണ്ടാക്കി ദൈവത്തിലേക്ക് അണിചേരുവാൻ ഞാൻ നിങ്ങളോട് താല്പര്യപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള ഓരോരുത്തർക്കും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ നല്ലൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. നമ്മൾ ഒന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. സഹായിക്കാനുള്ളൊരു സന്മനസ്സ് നിങ്ങൾ കാണിക്കണം. തീർത്ഥയാത്രകളും ആരാധനകളും മറ്റുള്ളതിന് ചിലവാക്കുന്ന ആ പണം നിങ്ങൾ മാറ്റിവെച്ച് ദരിദ്രരെ സഹായിക്കാനായിട്ട്, സുവിശേഷത്തിൽ പങ്കാളികളാവാനായിട്ട്, ക്രിസ്തുവിൻ്റെ കൂടെ പങ്കാളികളോ ആകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമല്ലോ. നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ദൈവത്തിനോട് എൻ്റെ പ്രാർത്ഥന, ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന, നിങ്ങൾക്ക് ഏവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിനോട് കൂടെ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ആമേൻ.